6 ഡിജിറ്റിന്റെ 1 ലക്ഷത്തിന്റെ ഇൻകം നമുക്ക് വേണം. ശരിക്കൊരു ഇന്നത്തെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം എന്ന് പറഞ്ഞാലും ഒരു വലിയ ഇൻകം അല്ല. അത് വൺസ് 1 ലക്ഷം ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുക. നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അധികം ആർഭാടമില്ലാതെ ഒരു നോർമൽ ആയിട്ട് ജീവിക്കുന്ന തന്നെ ഇന്നൊരു 1 ലാക്ക്, കുട്ടികൾക്ക് ഒരു നല്ല എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഒരു നല്ല ഭവനം ആയിക്കോട്ടെ, ഒരു തിരക്കില്ലാത്തൊരു വണ്ടി, ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 1 ലാക്ക് അത്യാവശ്യമാണ്. ഈ 1 ലാക്ക് ഇൻകം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വെസ്റ്റീജ് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്, നിങ്ങൾ ശരിയായിട്ടുള്ള ഫീൽഡിലാണ്, ശരിയായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ്, ശരിയായിട്ടുള്ള കമ്പനിയിലാണ്, ശരിയായിട്ടുള്ള ഓർഗനൈസേഷനിലാണ്. ഈവൻ നിങ്ങൾ അതിന് താഴെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ബിലീവ് മീ, നിങ്ങളൊരു സ്ലോ ട്രാക്കാണ്. മേ ബി അതിന് വെസ്റ്റീജിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. ബട്ട് ഇഫ് യു തിങ്ക് ബിഗ്, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് വെസ്റ്റീജ് ആയിട്ടുള്ളത്. വെസ്റ്റീജിലെ വിന്നിംഗ് ടീം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ന് ഓൾ ഓവർ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതും, കമ്പനിയുടെ ആവറേജ് റേഷ്യോനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതും, കമ്പനിയുടെ ആക്ടിവേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ശരാശരിയേക്കാളും മുകളിൽ കൂടുതൽ ജോയിനിങ് വരുന്നു, കൂടുതൽ ആക്ടിവേഷൻ വരുന്നു, കൂടുതൽ സക്സസ് വരുന്നു. മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വിന്നിംഗ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാരും വിന്നിംഗ് ടീമിലേക്ക് ഉറ്റുനോക്കുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്ലിയർ കട്ടായിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്താണ് ഈ സിസ്റ്റം? പലപ്പോഴും നമ്മൾ സിസ്റ്റം 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 എന്ന് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇത് എവിടെയാണ്, എന്താണ് എന്നുള്ള പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഞാൻ സ്ലൈഡിന്റെ ഒരു സഹായത്തോടു കൂടി ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, 3 സ്റ്റെപ്സ് ടു ക്രൗൺ. നമ്മുടെ സ്വപ്നം ഒരു 1 ലാക്ക് പ്ലസ് ഇൻകം അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ക്രൗൺ ഡയറക്ടർ ആണ്. ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ശരിയായ സ്ട്രക്ചറോടും ശരിയായിട്ടുള്ള വോളിയത്തോടും കൂടിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 1 ലാക്ക് പ്ലസ് ഇൻകം തീർച്ചയായും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള 3 സ്റ്റെപ്പുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ശരിക്കും വിന്നിംഗ് ടീം വളരെ ക്ലാരിറ്റി നിങ്ങളുടെ ബിസിനസ്സിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 സ്റ്റെപ്സ് ടു ക്രൗൺ അഭിസംബോധന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പല സംശയങ്ങളും നമുക്കിത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാം. കാരണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എന്താണ് ഈ ബിസിനസ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റ് നമ്മൾ കുറെ കൊണ്ട് കടന്നുകൊണ്ടോ കുറെ സെല് ചെയ്തുകൊണ്ടോ ഇതിൽ വിജയിക്കണം എന്നില്ല, 1 ലാക്ക് ഇൻകം ഉണ്ടാക്കണം എന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ശരി, നെറ്റ്വർക്ക് ബിസിനസ് ആണ്, നമുക്ക് ഇതിൽ കുറെ പേരെ ജോയിൻ ചെയ്യിക്കണം. പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, കുറെ പേരെ ഓടി നടന്ന് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവര് ബിസിനസ്സിൽ ആക്റ്റീവ് ആവോ സക്സസ് ആവോ തീർച്ചയായും നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് 10 കോർ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് അതിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രീം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഡ്രീം ഉണ്ടാവണം. എന്തിനാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യേണ്ടത്? അത് അടങ്ങാത്ത ജ്വലിക്കുന്ന, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായിട്ടുള്ള ഒരു അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഡ്രീം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓൺട്രപ്രണർ ആവാൻ സാധിക്കുള്ളൂ. അത് വെസ്റ്റീജ് ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ അത് എന്നല്ല, ലൈഫിൽ എവിടെ വിജയിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള അടങ്ങായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സ്വപ്നമുള്ള വ്യക്തികൾക്കുള്ള റൈറ്റ് ട്രാക്ക് അല്ലെങ്കിൽ ഈസി ട്രാക്ക് ആയിട്ടാണ് വെസ്റ്റീജും വിന്നിംഗ് ടീമും നിങ്ങൾക്ക് 3 സ്റ്റെപ്സ് ടു ക്രൗൺ അവതരിപ്പിക്കുന്നത്. ഈ 3 സ്റ്റെപ്സ് ടു ക്രൗൺ, നമുക്ക് ക്രൗൺ ആവാൻ വേണ്ടിയിട്ട് ബ്രൗൺസ് ആവണം, സിൽവർ ആവണം, ഗോൾഡ് ആവണം, അങ്ങനെ ഒരു ലോങ് ട്രാക്ക് പോയിട്ടാണ് നമ്മൾ ക്രൗൺ ആവുന്നതെങ്കിൽ, ക്രൗൺ പ്രോഫിറ്റബിൾ ക്രൗൺ ആവണമെങ്കിൽ ഞങ്ങൾ പറയും വിന്നിംഗ് ടീമിന്റെ 3 സ്റ്റെപ്സ് ടു ക്രൗൺ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 3 സ്റ്റെപ്സ് പാർട്ട് 1 ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. പാർട്ട് 2 അടുത്ത ദിവസം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ 2 സെഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 3 സ്റ്റെപ്സ് ടു ക്രൗൺ നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്? ഞാൻ മുമ്പേ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ഡ്രീം ആണെങ്കിൽ രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് ശരിയായ രീതിയിൽ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. കമ്മിറ്റ്മെന്റ് ആരിൽ നിന്ന് വരണം? നമ്മൾ ഓരോരുത്തരിൽ നിന്ന് വരണം. ആർക്കാണോ ഈ ബിസിനസ്സിൽ വിജയിക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു മോട്ടിവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, തീർച്ചയായും. പക്ഷേ മോട്ടിവേഷനേക്കാളും അല്ലെങ്കിൽ ഇൻസ്പിറേഷനേക്കാളും ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ ആണ്. എന്താണ് ഇൻസ്പിറേഷനും ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസ്പയർഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ബിലീവ് മീ, ആസ് എ മൊബൈൽ ചാർജ്, ഒരു മൊബൈലിന്റെ ബാറ്ററി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മോട്ടിവേഷൻ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല. പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു,
അതെന്താണ്? അതെന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതില് വന്നാലും എന്ത് വന്നില്ലെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഡിസിപ്ലിൻ ആയിട്ടുള്ളത്. ഇതിൽ 1 lakh പ്ലസ് ഇൻകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ മെനി തിങ്സ് ഹാസ് ടു ബി ഡിസിപ്ലിൻഡ്. ഒരു മോട്ടിവേഷൻ ബേസിലല്ല, റെഗുലർ ഡെയിലി ബേസിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക. ഇതിൽ വിജയിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിലാണുള്ളത്, നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്? നമ്മളൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഇൻ എ പ്രോസസ് ടു ബിൽഡ് എ ടീം. ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്മ്യൂണിറ്റി, ഒരു വെൽനസ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ കൺസ്യൂമർ നെറ്റ്വർക്ക്, ഇങ്ങനെ നമ്മൾ പല പദങ്ങൾ പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ടീമിന് ലോങ് ടേം ടീം മീൻസ് ബിസിനസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെങ്ങനത്തെ? ലോങ് ടേം സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ചീഫ് മെന്റർ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബിസിനസ്സിനെ പറയുന്ന സമയത്ത്, ബിസിനസ് ബിൽഡിംഗ് ആക്റ്റീവ് എന്ത് സെഷൻ ആൾ എടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്: വി ആർ ബിൽഡിംഗ് എ ലോങ് ടേം സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ ആൻഡ് പ്രോഫിറ്റബിൾ. ലോങ് ടേം സസ്റ്റൈനബിൾ, നിലനിൽക്കുന്ന, ദീർഘകാലം നിലനിൽക്കുന്ന, ഡ്യൂപ്ലിക്കേറ്റബിൾ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന, ആൻഡ് പ്രോഫിറ്റബിൾ, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ ആയിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. പ്രസ്റ്റീജ് ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ വിന്നിംഗ് ടീമിലാണ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അന്തർധാര, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുമ്പോഴും ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്നത് ഈ ലോങ് ടേം സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കേറ്റഡ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. എന്താണ്? ഓരോ ടേം എടുത്ത് നോക്കാം. ലോങ് ടേം നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ലോങ് ടേമിലേക്ക് നിൽക്കുമോ, നിലനിൽക്കുമോ? ഡ്യൂപ്ലിക്കേറ്റബിൾ, ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുമോ? പ്രോഫിറ്റ്, എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടുമോ? ഈ ലെവലിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരും അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ പ്രോഫിറ്റ്, അതേപോലെ തന്നെ അവർക്കും കിട്ടുമോ? ഈ രീതിയിൽ എൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന കാര്യത്തിന് ഒരു പടി മുമ്പിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ, ബിലീവ് മീ, ഇതിൽ ക്രൗണ്ട് വിത്ത് 1 lakh ഇസ് എ പീസ് ഓഫ് കേക്ക്. ഇതിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണ്.